ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇന്ന് ഒരു അടിപൊളി പോർക്കിന്റെ റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് ഹോട്ട് സ്വീറ്റ് ആൻഡ് ടാങ്ങി ടേസ്റ്റ് ആണ്. അപ്പം നമുക്ക് ഇൻഡോ തായി പോർക്ക് കറി. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാം. ആയോ? ഇന്നൊരു സ്പെഷ്യൽ പോർക്ക് കറിയാണ് വെക്കുന്നത്, ഇൻഡോ തായി പോർക്ക് കറി. അപ്പം പ്രോപ്പർ ഇന്ത്യൻ രീതിയുമല്ല തായി രീതിയുമല്ല, ഒന്ന് മിക്സ് ചെയ്താണ്. അപ്പോൾ അതിന് വേണ്ടി 1 കിലോ പോർക്ക് വൃത്തിയായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത്. ഇതിനൊരു സിമ്പിൾ മാരിനേഷൻ കൊടുത്തിട്ട് ഈ പോർക്ക് ഞാൻ കുക്കറിൽ തന്നെയാണ് 2-3 വിസിലടുപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അതിന് വേണ്ടി നമ്മൾ 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മതിയേ. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് പെപ്പർ പൗഡർ. പെപ്പർ ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തതാണ്. അപ്പം പെപ്പർ ആവശ്യത്തിന് കൊടുക്കണം, 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 4 വിസിലടിക്കാൻ വെക്കുക. ഇത് വെച്ചിരിക്കുന്ന 15 കാശ്മീരി ചില്ലി ഉണ്ട്, ഈ വെളുത്തുള്ളിയും ഈ ഇഞ്ചിയും, അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ചെറുതായിട്ട് ഒടിച്ചതും, അതുപോലെ ഒരു 5-6 ഗ്രാമ്പൂവും, 1 ടീസ്പൂണാണ് പെപ്പറും കൂടെ, എല്ലാം കൂടെ ഈ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇത് വിനീഗറിലാണ് സോക്ക് ചെയ്തത്. ഈ വിനീഗർ ഒഴിച്ചാണ് അരയ്ക്കുന്നത്. വിസിലടിച്ചപ്പോഴത്തേക്ക് പോർക്ക് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അതുകൊണ്ട് 4 വിസിലിന് ഞാൻ വെയിറ്റ് ചെയ്തില്ല, 3 വിസിലിൽ ഓഫ് ചെയ്തു. ഒരു വലിയ വലിപ്പമുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അത് 1 സ്പൂണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്ത്, ഈ ഒലിവ് ഓയിലൊന്ന് ചൂടായപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ സവോള ചേർത്ത് കൊടുത്തു. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളിയിലാണ് ഈ കറി തയ്യാറാക്കുന്നത്. സവോളയാണെങ്കിൽ 2 സവോള, അത് തിരുവിരാൻ അരിയണ്ട, അല്പം വലിപ്പത്തിൽ സവോള അരിഞ്ഞ് ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ മുളകിൻ്റെ കൂടെ അരച്ചെടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടില്ല. 1 ടീസ്പൂണ് ഉപ്പ് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം. മുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുപാട് അങ്ങ് അരിഞ്ഞു പോയില്ല. ഒരു തായി രീതി വെക്കുമ്പോഴും ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അത് തീരെ ക്രഷല്ല, ഒന്ന് കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അരച്ചെടുക്കുക. ഒരുപാട് വഴലാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ആ അരച്ചതെല്ലാം കൂടെ മിക്സ് ഇപ്പം ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്ത്, ഉള്ളി ഒന്ന് പാതി വഴന്നേ ഉള്ളൂ, ഇത് മതി, ഒരുപാട് വഴന്ന് പോകണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പം നമുക്ക് തക്കാളി അല്ല ചേർക്കുന്നത്, തക്കാളി ചേർക്കണ്ട. കുറച്ച് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും ചേർത്ത് കൊടുക്കണേ. 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ 1 ടേബിൾ സ്പൂണ് ഡാർക്ക് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളൊന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അവരവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനിയും ഈ കുക്കറിൽ വെന്തിരിക്കുന്ന പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുക്കറിലുണ്ടായിരുന്ന പോർക്ക് വെന്തതിൻ്റെ ആ വെള്ളം എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തേ. ഇനിയും ഇതെല്ലാം കൂടെ കിടന്ന് ആ ഗ്രേവിയിലൊന്ന് ആ പോർക്കും കൂടെ ഒന്ന് കുക്കാകട്ടെ. ഇപ്പം നല്ലൊരു ചെറിയ പുളിയും ആ വിനാഗിരിയിലല്ലേ മുളക് അരച്ച്, അതും ആ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തതിൻ്റെ സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ട്. എന്നാലും ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം നമ്മൾ ശർക്കരയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നിങ്ങളുടെ ആവശ്യത്തിന് മധുരമൊക്കെ. കാര്യം നല്ല ഒരു സ്പൈസി ചെറിയ ഒരു ടാങ്കി ടേസ്റ്റ് ആ പുളി ഇതിൻ്റെ, അതുപോലെ തന്നെ സോയാ സോസും ഇതെല്ലാം കൂടെ ചേർത്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്കൊന്ന് അടപ്പടപ്പിച്ച് കൊടുക്കാം. അതിരുന്ന് കുറച്ച് നേരം കുക്കാകട്ടെ. വെന്ത പോർക്ക് ഗ്രേവി ചേർത്ത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിം തീയിൽ കിടന്ന് ഇത് വെന്ത്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഒരു സ്വീറ്റ് ആൻഡ് സ്ട്രോങ്ങി ഒരു ടേസ്റ്റാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഗ്രേവിയൊക്കെ. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം.
പോർക്ക് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഈ ഗ്രേവി കിടന്ന് എല്ലാം കൂടെ പിടിച്ച് നല്ല അടിപൊളിയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം നിങ്ങളെ. ദേ സ്വീറ്റ് ആൻഡ് ടാങ്ങി, ഹോട്ട് സ്വീറ്റ് ആൻഡ് ടാങ്ങി ടേസ്റ്റാണ്. നല്ല ആ വിനാഗിരിക്കകത്തെ ആ കാശ്മീരി ചില്ലി ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ചെടുത്തപ്പം പ്രത്യേക ടേസ്റ്റാണ്. ഒരു ഇച്ചിരി നല്ല സ്പൈസി, അതുപോലെ ഒരു ചെറിയ മധുരവും. അടിപൊളിയായിരിക്കുന്നു. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ നൗ.